നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു തുല്യതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. തുല്യത എക്സാമുമായി ബന്ധപ്പെട്ടതാണ്. 2024 ജൂലൈ മാസത്തിലാണ് തുല്യതാ പരീക്ഷ നടന്നത് ഈ വർഷത്തെ. അതിനുശേഷം അതിന്റെ റിസൾട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വരികയുണ്ടായി. ആ റിസൾട്ട് പല ആളുകളുടെയും റിസൾട്ട് വരാതിരിക്കുകയും അതിനുശേഷം ഇപ്പോഴാണ് ആ റിസൾട്ട് വന്നത്. അത് ആരുടെ ആണ് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യഥാർത്ഥ സമയത്ത്, അതായത് 2024 പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്നവരുടെ റിസൾട്ട് ആണെങ്കിൽ അത് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ 2023 പരീക്ഷ എഴുതി തോറ്റിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ 2023 മുമ്പ് പരീക്ഷ എഴുതി തോറ്റിട്ടുള്ള ആളുകളുടെ ഒക്കെ അങ്ങനെയുള്ള ആളുകൾ ആ തോറ്റ വിഷയങ്ങൾ വീണ്ടും എഴുതിയെടുത്ത് പ്ലസ് ടു കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ വർഷം പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പരീക്ഷ എഴുതിയവരുടെ റിസൾട്ട് ആണ് ഇപ്പോൾ വൈകി വന്നത്. 2024 ജൂലൈ മാസത്തില് പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളിൽ കുറച്ച് ആളുകള് കഴിഞ്ഞ വർഷം, അതായത് 2023 അതിന് മുൻപത്തെ 2022 വർഷങ്ങളിലൊക്കെ തുല്യതാ പരീക്ഷ എഴുതി തോറ്റ ആളുകളാണ്. അങ്ങനെ തോറ്റ ആളുകൾ അവർ ഈ വർഷം 2024 ജൂലൈ മാസത്തിൽ ഇപ്പൊ നിലവിൽ പരീക്ഷ എഴുതിയ ആളുകളോടൊപ്പം തന്നെ അവരും പരീക്ഷ എഴുതി, കമ്പാർട്ട്മെന്റൽ സ്റ്റുഡന്റ് ആയിട്ട്. അങ്ങനെ എഴുതിയിട്ടുള്ള ആളുകളുടെ റിസൾട്ട് യഥാർത്ഥത്തിൽ 2024 പഠിച്ചിറങ്ങിയ ആളുകളുടെ റിസൾട്ടിനൊപ്പം വന്നിട്ടില്ലായിരുന്നു. പലരുടെയും റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു മാർക്ക് ലിസ്റ്റ് ആണ് ലഭിച്ചത്. ബ്ലാങ്ക് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതില് ആളുകളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. പക്ഷെ മാർക്കും അതുപോലെ തന്നെ പരീക്ഷയുടെ എഴുതിയ വിഷയത്തിന്റെ പേരോ അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡോ ഒന്നും കാണിച്ചിട്ടില്ല. അതിലൊരു കാര്യം എഴുതി ചേർത്തിട്ടുണ്ട്, റിസൾട്ട് പബ്ലിഷ്ഡ് ലേറ്റർ എന്നുള്ളത്. അപ്പോൾ എന്നോട് സംശയം ചോദിച്ചിട്ടുള്ള പല ആളുകളോട് ഞാൻ ആ കാര്യം തന്നെ അവരോട് പറയണ്ടായി. റിസൾട്ട് പബ്ലിഷ്ഡ് ലേറ്റർ എന്നാണ്, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു റിസൾട്ട് വന്നപ്പോൾ പലരോട് അവരോട് തന്നെ ചോദിക്കണ്ടായി. കാരണം നിങ്ങൾ ഇപ്പോൾ റെഗുലർ ആയിട്ട്, 2024 പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയവരാണോ അതോ അതിന്റെ മുൻപ് പരീക്ഷ എഴുതി തോറ്റിട്ട് വീണ്ടും എഴുതിയവരാണോ എന്ന്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ മുൻപേ പരീക്ഷ എഴുതിയവരാണ്, തോറ്റതാണ്, തോറ്റ വിഷയം മാത്രമാണ് ഇപ്പോൾ ഈ വർഷം എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഓക്കെ, അതുകൊണ്ടായിരിക്കാം നിങ്ങളുടേത് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷ എഴുതിയിട്ടുള്ള കമ്പാർട്ട്മെന്റൽ പഠിതാക്കൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്നറിയപ്പെടുന്നവരുടെ ആ റിസൾട്ട് മാത്രമായിരിക്കാം ഇങ്ങനെ എന്ത് ചെയ്തത്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പബ്ലിഷ് ചെയ്യാം എന്ന ഉദ്ദേശത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടാവുക. എന്നാൽ ഈ അടുത്ത ദിവസത്തിൽ, ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് ആ റിസൾട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യപ്പെട്ടു. അങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടതിൽ പല ആളുകളുടെയും റിസൾട്ട് മാർക്കൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. പക്ഷേ അവരുടെ ഗ്രേഡ് ഡി ആണ് കാണിക്കുന്നത്. അപ്പൊ അതെന്താണ് എന്ന് പല പഠിതാക്കളും ചോദിക്കുന്നു. സംഭവം വളരെ വ്യക്തമാണ്. 2023 അല്ലെങ്കിൽ അതിന് മുൻപത്തെ വർഷങ്ങളിലോ പ്ലസ് ടു പരീക്ഷ എഴുതി തോറ്റ ആളുകൾ ആ തോറ്റ വിഷയം വീണ്ടും എഴുതിയെടുത്ത് പാസ്സാവാൻ 2024, അതായത് ഈ വർഷം ജൂലൈയിൽ പരീക്ഷ എഴുതി. അപ്പൊ ആ തോറ്റ വിഷയം മാത്രമാണ് അവർക്ക് എഴുതേണ്ടത്. ആ തോറ്റ വിഷയം ഏതെഴുതണം എന്നതിനെ പറ്റിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏതെഴുതണം എന്ന് പറഞ്ഞാൽ പ്ലസ് 1-ന്റെയും പ്ലസ് 2-ന്റെയും ഒരുമിച്ച് എഴുതണോ എന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പൊ 2023 ഉള്ള ആളുകൾ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആളുകൾ ഇംഗ്ലീഷ് ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമാണ് തോറ്റതെങ്കിൽ പ്ലസ് 1 എല്ലാ വിഷയവും ജയിക്കുകയും പ്ലസ് 2 ഏതെങ്കിലും ഒരു വിഷയം തോൽക്കുകയും ചെയ്താൽ ആ തോറ്റ വിഷയത്തിന്റെ പ്ലസ് 1-ലെയും പ്ലസ് 2-ന്റെയും ഫീസ് ഒരുമിച്ച് അടക്കണം അത് വീണ്ടും എഴുതുമ്പോൾ. പക്ഷേ 2 വർഷത്തെ പേപ്പറും വേണമെങ്കിൽ എഴുതാം. ജയിച്ചത് ഏതു വർഷമാണോ ജയിച്ചത് അത് വേണമെങ്കിൽ എഴുതാം, നിർബന്ധമില്ല. നേരെ മറിച്ച് ഏത് മാത്രം എഴുതിയാൽ മതി, തോറ്റത് ഏതാണോ അത് മാത്രം എഴുതിയാൽ മതി, പഴയ മാർക്ക് അവിടെ നിലനിർത്തപ്പെടും എന്ന് പറഞ്ഞാൽ ജയിച്ച മാർക്കിന്റെ
ജയിച്ച മാർക്ക് ഏത് വർഷത്തെയാണോ അതവിടെ നിലനിർത്തിക്കൊണ്ട് തോറ്റ വർഷത്തെ ആ വിഷയത്തിന്റെ മാർക്ക് ഏതാണോ അത് നമ്മൾ കൂടുതൽ പരീക്ഷ എഴുതിയിട്ട് കൂടുതൽ മാർക്കാക്കി മാറ്റാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ +1 ജയിച്ചിട്ടുണ്ട്, +2 തോറ്റത്. അങ്ങനെയുള്ള ആളുകൾ +1 +2 ഒരുമിച്ച് ഫീസ് അടയ്ക്കണം, 2 വർഷത്തെയും ഫീസ് അടയ്ക്കണം. അങ്ങനെ തന്നെയാണ് അവർ ഫീസ് അടച്ചത് 2024 ജൂലൈയിൽ പരീക്ഷ എഴുതിയത്. പക്ഷേ അവിടെ ജയിച്ച +1 എഴുതാതിരിക്കുകയും തോറ്റ +2 മാത്രം എഴുതുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ അവർ വീണ്ടും തോറ്റിരിക്കുന്നു. അത് ഈ ഇംഗ്ലീഷ് മാത്രമല്ല, ഹിസ്റ്ററിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും, അങ്ങനെ 1-2 ആളുകൾ എന്നെയുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ ഈ ലാസ്റ്റ് ആയിട്ട് ചിലർ അതിനെപ്പറ്റി വോയിസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്താണ് സംഭവം, ഇതിൽ എന്ത് മറിമായമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് അറിയാൻ പലർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുള്ള എന്നെയുമായി കോണ്ടാക്ട് ചെയ്ത ആളുകൾക്ക് മാത്രമാണ്, എന്നോട് ഇങ്ങനെ പറഞ്ഞ ആളുകൾക്ക് മാത്രമാണോ, അത് ഈ രീതിയിൽ പരീക്ഷ എഴുതിയ മറ്റാരെങ്കിലും ഇതുപോലെ തോറ്റിട്ടുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ വളരെ ഉപകാരം. പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് സാധാരണഗതിയിൽ നമുക്കൊരു സർക്കുലർ ഉണ്ടാവും. ആ സർക്കുലറിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അല്ലെങ്കിൽ DHSEയുടെ ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലറിൽ പറയുന്നത് എന്താണ്, മുൻ വർഷങ്ങളിൽ തോറ്റ ആളുകൾക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയുള്ള സർക്കുലറാണ്. മുൻ വർഷങ്ങളിൽ തോറ്റ വിദ്യാർത്ഥികൾക്ക് അവരുടെ തോറ്റ വിഷയങ്ങൾ എഴുതിയെടുത്ത് പാസ്സാവാൻ അവർക്ക് പുതിയ പരീക്ഷ ഉപയോഗിക്കാം. ആ പുതിയ പരീക്ഷയിൽ എഴുതിയെടുക്കുമ്പോൾ 2 വർഷത്തെയും ഫീസ് അടയ്ക്കണം. എന്നാൽ ജയിച്ച വിഷയം വീണ്ടും എഴുതണമെന്നില്ല, അല്ലെങ്കിൽ ജയിച്ച വർഷത്തെ പേപ്പർ വീണ്ടും എഴുതണമെന്നില്ല. എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ ജയിച്ചിരിക്കണം. വീണ്ടും എഴുതുകയാണെങ്കിൽ ജയിക്കണം. പക്ഷെ പഴയ മാർക്ക് ജയിച്ചതാണെങ്കിൽ വീണ്ടും അത് എഴുതിയെടുത്താൽ നമുക്ക് ചിലപ്പോൾ പഴയ മാർക്കിനോട് എത്തിപ്പെടാൻ പറ്റില്ല എന്ന ഭയം കൊണ്ട് ആളുകൾ എന്ത് ചെയ്യില്ല, ജയിച്ചത് വീണ്ടും എഴുതില്ല. അപ്പൊ തോറ്റത് മാത്രം അവർ പഠിച്ചെഴുതുന്നു. അപ്പൊ തോറ്റത് മാത്രം പഠിച്ചെഴുതി ആ തോറ്റത് പാസ്സാവുകയാണെങ്കിൽ, അതായത് 2ാം കൊല്ലത്തെ പേപ്പറാണ് തോറ്റതെങ്കിൽ അത് അവർ പഠിച്ചെഴുതി പാസ്സാവുകയാണെങ്കിൽ 1ാം കൊല്ലത്തേതിനോട് കൂട്ടിച്ചേർത്ത് നമുക്ക് 48 അതിൽ കൂടുതലോ മാർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ D+ മുകളിലേക്ക് ഗ്രേഡ് കിട്ടും. പക്ഷെ പലർക്കും അങ്ങനെ ഗ്രേഡ് വന്നിട്ടില്ല. +1 എഴുതിയത് ജയിച്ചതാണ്, അത് എഴുതാതെ +2 മാത്രം എഴുതിയ ആളുകൾക്കൊന്നും റിസൾട്ട് വന്നിട്ടില്ല. അങ്ങനെ എഴുതിയ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് എവിടെയാണ് ഈ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അല്ലെങ്കിൽ DHSEയുടെ സർക്കുലറിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ അവർക്ക് ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളോട് അവർക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ലോപ്പോൾസ് എന്ന് പറയുന്നത് എന്താണ്, ആ സർക്കുലർ തുല്യതക്കാർക്ക് വേണ്ടിയുള്ളതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കേണ്ടി വരും. ആ സർക്കുലർ സ്കൂളിലെ റെഗുലർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. തുല്യതക്കാർക്ക് പ്രത്യേകമായിട്ടൊരു സർക്കുലർ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടില്ല. അപ്പൊ തുല്യതക്കാർ എന്ത് ചെയ്യണം, ആ സർക്കുലർ വരുന്നതിന് മുമ്പ്, ആ സർക്കുലർ ഒക്കെ വരുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന സിസ്റ്റം എന്താണ്, അത് ഇതുപോലെയാണ്. ഏത് വർഷമാണ് തോറ്റത്, ആ വർഷത്തെ പേപ്പർ മാത്രം എഴുതിയാൽ പോരാ, ആ പേപ്പർ ജയിച്ചതും കൂടെ എഴുതണം എന്ന് പറഞ്ഞാൽ 2 വർഷവും കൂട്ടി എഴുതണം എന്ന ഒരു സിസ്റ്റം തുല്യതയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എങ്കിൽ എനിക്ക് പറയാനുള്ളത് അതൊരു കാടത്തരം നിയമമാണ്. DHSE ആണ് തുല്യതക്കാർക്കും റെഗുലർ വിദ്യാർത്ഥികൾക്കും പരീക്ഷ നടത്തുന്നത്, ആണല്ലോ. അപ്പോ 2 കൂട്ടർക്കും 2 നിയമം എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പരീക്ഷ നടത്തുന്നത് ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണ്, മനസ്സിലായില്ലേ? സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണ്, പേപ്പർ നോക്കുന്നത് ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ തുല്യതയിൽ ആളെ ചേർക്കുന്നത് സാക്ഷരതാ മിഷനാണ്, ക്ലാസ് കൊടുക്കുന്നത് സാക്ഷരതാ മിഷനാണ്. ആ ഒരു വ്യത്യാസം മാത്രമുണ്ട്. പക്ഷെ സാക്ഷരതാ മിഷനെയോ അല്ലെങ്കിൽ നമ്മുടെ പഠിതാക്കളെയോ ഇവർ ഈ ഒരു കാര്യം അറിയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ളത്. കാരണം 2023 തന്നെ ഞാൻ ഈ ഒരു കാര്യം പലതവണ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായിട്ട്, സാക്ഷരതാ മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ഞാൻ അന്വേഷിച്ചതാണ്. എവിടെ നിന്നും ഒരു തുമ്പ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഈ നിയമത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ, തുല്യതക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ രീതിയിൽ ഒരു നിയമമുണ്ടോ, കുട്ടികളുടെ
തയ്യാറാക്കിയിട്ടുള്ള അതേ ഒരു കാര്യം തന്നെയാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണോ തുല്യതക്കാരും ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല തവണ പല ആളുകളുമായിട്ടും, സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആളുകളുമായിട്ടൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എവിടെയൊന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി അക്കാലത്ത് എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. അത് ഞാൻ പലവട്ടം വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച്. അപ്പോ ഇങ്ങനെ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഈ പ്രായമുള്ള ആൾക്കാര് ഒരിക്കൽ എഴുതി തോറ്റു, അവർക്കൊരു സേ പരീക്ഷ പോലും നടത്തുന്നില്ല എന്നുള്ളത് വേറൊരു ഒരു വിഷമുള്ള കാര്യമാണ്. ഇപ്പൊ ഈ 2024 തോറ്റ ആളുകൾക്ക് എന്തായാലും +2 കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ടൊരു ആ തോറ്റ വിഷയം എഴുതിയെടുക്കാൻ ഒരു സേ പരീക്ഷ കൊടുക്കാറുണ്ട് +2-ല്. അത് ഈ തുല്യതക്കാർക്ക് അനുവദിക്കപ്പെടുന്നില്ല. റീവാലേഷന് 500 രൂപ അല്ലെങ്കിൽ ഏറിയാൽ 600 രൂപ കുട്ടികളുടെ അടുത്ത് നിന്ന് റീവാലേഷന് വാങ്ങുമ്പോൾ തുല്യതക്കാരുടെ അടുത്ത് നിന്ന് 865 രൂപ വാങ്ങുന്നു, അല്ലെങ്കിൽ 800 രൂപയിൽ കൂടുതൽ വാങ്ങുന്നു. എന്നാൽ അവർ സഹിക്കുകയാണ്, കുഴപ്പമില്ല, റീവാലേഷന് അത്രയും പൈസ ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ കൊടുക്കാം. അതിന് ചില കാര്യങ്ങളുണ്ട്, അങ്ങനെ കൂടുതൽ പൈസ വാങ്ങുന്നതിന് ചില ന്യായങ്ങളൊക്കെ ഉണ്ട്. അതിനെ എതിർക്കൊന്നുമല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്തുകൊണ്ട് ഇവർക്ക് വേണ്ട അല്ലെങ്കിൽ ഇവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ട് അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഇത് പലർക്കും, ഈ തുല്യതയ്ക്ക് പഠിക്കുന്ന പല പഠിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. അവരുടെ ഈ കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ജില്ലാ കോർഡിനേറ്റേഴ്സ്, സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട അധികാരികൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ ഈ പഠിതാക്കൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ മനസ്സുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഈ തുല്യതക്കാർക്കിടയിൽ ഇത്തരം ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ തുല്യതയിലേക്ക് എങ്ങനെയാണ് ആളുകൾ പഠിക്കാൻ വരിക എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ ഒക്കെ കൊടുത്തിട്ട് ആളുകൾ ഇത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും പൈസ കെട്ടിവെച്ചിട്ടൊക്കെയാണ് ആളുകൾ ഇത് പഠിക്കുന്നത്. ഫീസ് വീണ്ടും തോറ്റത് വീണ്ടും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉയർന്ന ഫീസൊക്കെയാണ് ഇതിന് കെട്ടുന്നത്. അപ്പൊ ആ ഉയർന്ന ഫീസൊക്കെ കെട്ടിക്കൊണ്ട് അവരിത് പഠിച്ചെടുത്ത് പരീക്ഷ പോയി എഴുതുമ്പോൾ 2 വർഷം എഴുതണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ സർക്കുലർ ഇറക്കുക, 2 വർഷം നിങ്ങൾ എഴുതിയിരിക്കണം, നിങ്ങളുടെ പരീക്ഷ 2 വർഷം എഴുതണം. ഏതെങ്കിലും 1 വർഷം എഴുതിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തുല്യതക്കാർക്ക് സെപ്പറേറ്റ് നിയമമാണ്, റെഗുലർ സ്റ്റുഡൻസിന് വേറെ നിയമമാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഈ സാക്ഷരതാ മിഷനിലൂടെ ഈ തുല്യതക്കാരിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പഠിതാക്കളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഈ വീഡിയോ തുല്യതക്കാർക്ക് പഠിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ, നമ്മുടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതറിയാൻ വേണ്ടി മാത്രമാണ് എത്രത്തോളം ആളുകൾ ഇതിന്റെ ഒരു ദുരവസ്ഥ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ ക്രൂശിക്കാനോ വേണ്ടി ഉള്ള ഒരു രീതിയിലല്ല ഞാനിവിടെ കാര്യങ്ങൾ പറയുന്നത്. ഇത്തരം അനുഭവസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട് എന്നൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.